ജൂലിയസ് സീസറിൻ്റെ കാമുകിയായും പിന്നീട് മാർക്കാന്യനുടെ ഭാര്യയായും ചരിത്രത്തിലും നാടകത്തിലും പ്രശസ്തയായ ഈജിപ്ഷ്യൻ രാജ്ഞി ക്ലിയോപാട്രയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ ശ്രമിക്കുക. വെൽക്കം ടു ദ ലാൻഡ് ഓഫ് ഫാക്ട്സ് ആൻഡ് സ്വാതി ഹിയർ. ക്ലിയോപാട്ര എന്ന പേരിന് ഗ്രീക്ക് ഭാഷയിൽ അവളുടെ പിതാവിൽ പ്രസിദ്ധൻ എന്നാണ് അർത്ഥം. ചരിത്രം പരിശോധിക്കുമ്പോൾ നിരവധി ക്ലിയോപാട്രമാർ ഉണ്ടെങ്കിലും ക്ലിയോപാട്ര ഏഴാമനാണ് പ്രസിദ്ധയായിട്ടുള്ളത്. മുഴുവൻ പേര് ക്ലിയോപാട്ര ഏഴാമൻ തിയ ഫിലോപേറ്റർ എന്നാണ്. ക്ലിയോപാട്ര ജനിച്ചത് BCE 69 മരണപ്പെട്ടത് BCE 30 ക്ലിയോപാട്ര ഈജിപ്തിലെ രാജ്ഞി ആയിരുന്നുവെങ്കിലും അവർ ഈജിപ്ഷ്യൻ ആയിരുന്നില്ല. ഈജിപ്ഷ്യൻ ഭാഷ സംസാരിക്കാൻ പഠിച്ച അവരുടെ കുടുംബത്തിലെ ഒരാൾ ക്ലിയോപാട്ര ആയിരുന്നു. കൂടാതെ മറ്റനേകം ഭാഷകൾ കൈകാര്യം ചെയ്യുമായിരുന്നു. ക്ലിയോപാട്ര ബുദ്ധിയുള്ളവളും വിദ്യാസമ്പന്നയുമായിരുന്നു. അവർ സ്വയം ഐസിസ് ദേവിയുടെ ജീവനുള്ള രൂപമാണെന്ന് അവകാശപ്പെട്ടിരുന്നു. അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്നറിയപ്പെട്ടിരുന്ന അലക്സാണ്ടർ മൂന്നാമൻ BCE 320 പേർഷ്യൻ സാമ്രാജ്യം കീഴടക്കിയതിനു ശേഷം ഈജിപ്തിനെയും അനായാസമായി കൈക്കലാക്കി. അഫ്ഗാനിസ്ഥാൻ, സിന്ധു നദീതടം, മധ്യേഷ്യയിലെ അഫ്ഗാനിസ്ഥാൻ്റെ വടക്ക് ഭാഗങ്ങൾ എന്നിവ പിടിച്ചടക്കിയ ശേഷം മടങ്ങിയെത്തിയ അലക്സാണ്ടർ ബാബിലോണിൽ മരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണശേഷം സൈനാധിപന്മാർ അലക്സാണ്ടറിൻ്റെ സാമ്രാജ്യത്തെ ഭിന്നിപ്പിച്ചു. അലക്സാണ്ടറിൻ്റെ ജനറലും സുഹൃത്തുമായിരുന്ന ടോളമി ഒന്നാമൻ സോട്ടറിന് ഈജിപ്ത് ലഭിച്ചു. അങ്ങനെ ടോളമി അവിടുത്തെ രാജാവായി. ഈ ടോളമിയുടെ പിൻഗാമിയാണ് ക്ലിയോപാട്ര. ക്ലിയോപാട്രയുടെ പിതാവായ ടോളമി 12 ഓലൽസിനെ ഈജിപ്തിൽ നിന്നും റോമൻ സൈന്യം BCE 58 പുറത്താക്കുകയും BCE 51 അധികാരത്തിൽ തിരിച്ചയക്കുകയും ചെയ്തു. ആ വർഷം അദ്ദേഹം മരിച്ചു. ടോളമി 12 മരണശേഷം സിംഹാസനം അദ്ദേഹത്തിൻ്റെ മകൻ ടോളമി 13 മകൾ ക്ലിയോപാട്രയ്ക്കും കൈമാറി. ക്ലിയോപാട്ര ഭരണത്തിൽ വരും മുമ്പ് പിതാവിനൊപ്പം സഹായിയായി കുറച്ചു കാലം ഭരിച്ചിരുന്നു. 18-കാരിയായ ക്ലിയോപാട്ര സഹോദരനേക്കാൾ 8 വയസ്സ് കൂടുതൽ പ്രായമുള്ള ഭരണാധികാരിയായി. ഈജിപ്ഷ്യൻ രീതി അനുസരിച്ച് ഫറവോ ഒരു സഹോദരി വിവാഹം കഴിക്കുന്നത് ഭരണം ഒരിക്കലും രാജകുടുംബത്തിൽ നിന്ന് പുറത്തു പോകുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ ടോളമി 13 ക്ലിയോപാട്രയും വിവാഹിതരായി. ക്ലിയോപാട്ര വളരെ ആകർഷണീയവും കഴിവുറ്റതുമായ ഒരു വ്യക്തിയായിരുന്നുവെങ്കിലും അവളുടെ ഭരണത്തിൽ താല്പര്യമില്ലാതിരുന്നവർ ടോളമി 13 പക്ഷത്ത് ചേരുകയും ക്ലിയോപാട്രയുടെ ഭരണത്തിനെതിരെ ഒരു കലാപത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ക്ലിയോപാട്ര സിറിയയിലേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിതയായി. അവൾ അവിടെ ഒരു സൈന്യത്തെ വളർത്തി. ഈ സമയം ജൂലിയസ് സീസർ മറ്റൊരു റോമൻ നേതാവായ പോംപിയുമായി ആഭ്യന്തര യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. സീസർ പോംപിയെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയതിനെ തുടർന്ന് പോംപി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുകയും ടോളമിയോട് സഹായം ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ടോളമി 13 ചിന്തിച്ചത് ഇങ്ങനെയാണ്: ജൂലിയസ് സീസറിനെ തൻ്റെ കൂടെ നിർത്തുകയാണെങ്കിൽ ക്ലിയോപാട്രയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ സഹായകമാകുമെന്ന്. സീസർ പോംപിയെ പിന്തുടർന്ന് ഈജിപ്തിലെത്തും മുമ്പേ ടോളമി 13 പോംപിയുടെ തലയറുത്ത് സീസറിന് കാഴ്ചവെച്ചു. ടോളമിയുടെ ഈ പ്രവൃത്തി സീസറിന് ഇഷ്ടമായതുമില്ല. ഇതറിഞ്ഞ ക്ലിയോപാട്ര സീസറിൻ്റെ ഹോം ക്വാർട്ടേഴ്സിലേക്ക് കൈമാറുന്ന ഒരു പരവതാനിയിൽ സ്വയം ചുരുട്ടി സീസറിനെ അടുത്ത് കണ്ടുമുട്ടാൻ പദ്ധതിയുണ്ടാക്കി. പരവതാനി തുറന്നപ്പോൾ 21 വയസ്സുള്ള ഈജിപ്ഷ്യൻ രാജ്ഞി ഉയർന്നു വന്നു. അന്ന് സീസറിന് ഏകദേശം 52 വയസ്സായിരുന്നു. ക്ലിയോപാട്ര അദ്ദേഹത്തെ ആകർഷിച്ചുവെങ്കിലും അത് അവളുടെ യൗവനത്തിലും സൗന്ദര്യത്തിലും മാത്രമായിരുന്നില്ല. ക്ലിയോപാട്രയുടെ തന്ത്രത്തിൻ്റെ ധൈര്യം അദ്ദേഹത്തെ രസിപ്പിച്ചു. സീസറിനെ ക്ലിയോപാട്രയോടുള്ള ആകർഷണത്തിൽ പ്രധാനമായ ഒരു ഘടകം അവൾ ധനികയായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും ധനികയായ സ്ത്രീയായിരുന്നു ക്ലിയോപാട്ര, അല്ലെങ്കിൽ കുറഞ്ഞത് അവൾ ഈജിപ്തിൽ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളത്. BCE 47 ക്ലിയോപാട്ര സീസറിൻ്റെ മിസ്ട്രസ്സായി തീർന്നു. ഈജിപ്തിലെ അധികാരത്തിനായി ക്ലിയോപാട്രയുടെ എതിരാളിയായ അവളുടെ സഹോദരനും ഭർത്താവുമായ ടോളമി 13 പരാജയപ്പെടുത്താൻ സീസർ തൻ്റെ സൈന്യത്തെ ഉപയോഗിച്ചു. ടോളമി 13 യുദ്ധകളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ നൈൽ നദിയിൽ മുങ്ങി മരിച്ചു. സീസർ ക്ലിയോപാട്രയെയും ടോളമി 14 ഈജിപ്തിലെ ഭരണമേൽപ്പിച്ച് റോമിലേക്ക് മടങ്ങി. റോമിൻ്റെ അധികാരം തൻ്റെ സുഹൃത്തായ മാർക്കാന്യനെ ഏൽപ്പിച്ചിട്ടാണ് സീസർ ഈജിപ്തിൽ വന്നിരുന്നത്. BCE 46 സീസറിൻ്റെ കുട്ടിയെ ക്ലിയോപാട്ര പ്രസവിച്ചു. ടോളമി സീസർ എന്ന് പേരിട്ടുവെങ്കിലും സിസേറിയൻ എന്നാണ് അറിയപ്പെട്ടത്.
റോമിൽ തിരിച്ചെത്തിയ സീസർ തൻ്റെ വിജയങ്ങളുടെ ആഘോഷം നടത്തി. പരാജയപ്പെട്ട ശത്രുക്കളുടെ പരേഡിംഗ് ഈ ആഘോഷങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നു. സീസറിൻ്റെ വിജയാഘോഷത്തിൽ ക്ലിയോപാട്രയുടെ അനുജത്തി അർസനോ പരേഡ് ചെയ്തു. BCE 45 റോമിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള സീസറിൻ്റെ ഒരു വില്ലയിൽ ക്ലിയോപാട്രയും ടോളമി 14 താമസം തുടങ്ങി. വീനസ് ജനട്രിക്സിൻ്റെ ക്ഷേത്രത്തിൽ സ്വർണം പൂശിയ ക്ലിയോപാട്രയുടെ പ്രതിമ സ്ഥാപിക്കാൻ സീസർ ഉത്തരവിട്ടു. സീസറിൻ്റെ കുലമായ ജൂലിയൻ ശുക്രനിൽ നിന്നുള്ളവരാണെന്ന് കരുതപ്പെടുന്നു. പോംബി കൊല്ലപ്പെട്ടുവെങ്കിലും ആഭ്യന്തര യുദ്ധം അവസാനിച്ചിരുന്നില്ല. പോംബിയുടെ 2 ആൺമക്കളും സ്പെയിനിലെ കോർഡോബയുടെ നിയന്ത്രണം നേടിയിരുന്നു. ഈ ഭീഷണി നേരിടാൻ സീസർ ഒരു സൈന്യത്തെ സ്പെയിനിലേക്ക് കൊണ്ടുപോയി. യുദ്ധത്തിൽ സീസർ സമ്പൂർണ്ണ വിജയം നേടി. അങ്ങനെ സീസർ ഏകാധിപതിയായി. റോമൻ സെനറ്റിലെ സീസറിൻ്റെ ശത്രുക്കൾ അദ്ദേഹം എല്ലാ അധികാരങ്ങളും നേടിയെടുക്കുന്നതായും കണ്ടു. സീസർ സ്വയം ഒരു ദൈവമായി തന്നെ പ്രഖ്യാപിച്ചു. മാർക്കസ് ബ്രൂട്ടസ് ജൂലിയസ് സീസറിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നുവെങ്കിലും കൂടുതൽ അധികാരം സ്വന്തമാക്കാനുള്ള സീസറിൻ്റെ ശ്രമങ്ങൾ സെനറ്റ് അംഗങ്ങളുമായി കൂടുതൽ വൈരുദ്ധ്യത്തിലാക്കി. ഒടുവിൽ ബ്രൂട്ടസ് സീസറിനെ എതിർക്കുകയും ആഭ്യന്തര യുദ്ധത്തിൽ സീസറിനെതിരെ പോരാടുകയും ചെയ്തു. അങ്ങനെ ബ്രൂട്ടസ് സീസറിനെ കൊലപ്പെടുത്തി. സീസറിൻ്റെ കൊലപാതകത്തിന് 1 മാസത്തിന് ശേഷം ക്ലിയോപാട്ര റോം വിട്ട് ഈജിപ്തിലേക്ക് മടങ്ങി. അവളുടെ നിർദ്ദേശപ്രകാരം ടോളമി 14 വിഷം കഴിച്ച് മരിച്ചു. മകൻ സിസേറിയനെ ടോളമി 16 ഭരണത്തിൽ സഹായിയാക്കാൻ അവൾ ആഗ്രഹിച്ചു. BCE 42 സീസറിൻ്റെ ശത്രുക്കൾ പരാജയപ്പെട്ടു. സീസറിനെ പിന്തുണച്ച ശക്തികളുടെ നേതാവായി മാർക്ക് ആൻ്റണി എന്നറിയപ്പെടുന്ന മാർക്കസ് അന്റോണിയസ് ഉയർന്നു വന്നു. പേർഷ്യൻ സാമ്രാജ്യത്തെ ആക്രമിക്കാൻ വ്യക്തമായ കാരണമൊന്നുമില്ലാതെ മാർക്ക് ആൻ്റണി തീരുമാനിക്കുന്നു. ടാർസസിൽ തന്നോടൊപ്പം ചേരാൻ അദ്ദേഹം ക്ലിയോപാട്രയോട് ആവശ്യപ്പെടുന്നു. സാമ്പത്തികമായും സൈനികമായും ക്ലിയോപാട്രയുടെ പിന്തുണ മാർക്ക് ആൻ്റണിക്ക് ആവശ്യമായിരുന്നു. അവർ ടാർസസിൽ കണ്ടുമുട്ടിയത് അനൗദ്യോഗികമായിരുന്നു. ശക്തനായ സീസറിൻ്റെ സംരക്ഷണം നഷ്ടപ്പെട്ട ക്ലിയോപാട്രയ്ക്ക് അവളെ സംരക്ഷിക്കാൻ മറ്റൊരു റോമൻ നേതാവ് ആവശ്യമായിരുന്നു. മാർക്ക് ആൻ്റണി ക്ലിയോപാട്രയെ വളരെയധികം ആകർഷിച്ചു. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ആക്രമണത്തിനുള്ള പദ്ധതികൾ ഉപേക്ഷിക്കുകയും ക്ലിയോപാട്രയോടൊപ്പം തലസ്ഥാനമായ അലക്സാൻഡ്രിയയിലേക്ക് പോകുകയും ചെയ്തു. ക്ലിയോപാട്രയുടെ അഭ്യർത്ഥന പ്രകാരം മാർക്ക് ആൻ്റണി റോമിലേക്ക് ക്ലിയോപാട്രയുടെ അനുജത്തി അർസിനോയെ വധിക്കാൻ ഉത്തരവയച്ചു. ഈജിപ്തിലെ സിംഹാസനത്തിന് എതിരാളിയായിരുന്നു അർസിനോ. അർസിനോ നിസ്സഹായയായിരുന്നുവെങ്കിലും ക്ലിയോപാട്രയെ സ്ഥാനഭ്രഷ്ടയാക്കാൻ ഈജിപ്തിലെ ക്ലിയോപാട്രയുടെ ശത്രുക്കൾക്ക് അർസിനോയെ ഉപയോഗിക്കാമായിരുന്നു. ക്ലിയോപാട്ര അവസരങ്ങളെടുക്കുന്ന ഒരാളായിരുന്നില്ല. BCE 40 ജൂലിയസ് സീസറിൻ്റെ പുത്രനായ ഒക്ടേവിയനുമായി ഒരു ഉടമ്പടി അവസാനിപ്പിക്കാൻ മാർക്ക് ആൻ്റണി അലക്സാൻഡ്രിയയിൽ നിന്നും ഇറ്റലിയിലേക്ക് യാത്രയായി. അവസാനം ഒക്ടേവിയൻ്റെ സഹോദരി ഒക്ടേവിയയെ മാർക്ക് ആൻ്റണി വിവാഹം കഴിക്കുമെന്ന ധാരണയിലുമെത്തി. ക്ലിയോപാട്രയ്ക്കും മാർക്ക് ആൻ്റണിക്കും ഇരട്ടക്കുട്ടികളുണ്ടായി. അലക്സാണ്ടർ ഹെലിയോസ് എന്ന ആൺകുട്ടിയും ക്ലിയോപാട്ര സെലിൻ എന്ന പെൺകുട്ടിയും. ഇതിനിടയിൽ ഈജിപ്തിൽ മറ്റൊരു നാടകം ചുരുളഴിയുകയായിരുന്നു. ഹെരോദാവ് യഹൂദയിലെ രാജാവായിരുന്നു. റോമൻ മേധാവിത്വം അദ്ദേഹം സ്വീകരിച്ചിരുന്നു. ഹെരോദാവ് സമർത്ഥനായ ഒരു ഭരണാധികാരിയായിരുന്നു. BCE 40 അദ്ദേഹം ഈജിപ്തിലൂടെ സഞ്ചരിച്ചു. ക്ലിയോപാട്ര ഹെരോദാവിനെ വശീകരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹം അവളെ നിരസിച്ചു. BCE 37 ഒക്ടേവിയനുമായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് മാർക്ക് ആൻ്റണി തീരുമാനിച്ചു. പേർഷ്യൻ സാമ്രാജ്യത്തിനെതിരായി പ്രചാരണം പുനരാരംഭിച്ചു. ക്ലിയോപാട്ര അന്ത്യോക്യയിൽ അദ്ദേഹത്തോടൊപ്പം ചേരുകയും അവർ വിവാഹിതരാവുകയും ചെയ്തു. റോമൻ നിയമപ്രകാരം ഇത് നിയമവിരുദ്ധം മാത്രമല്ല, മാർക്ക് ആൻ്റണിയുടെ നിയമപരമായ ഭാര്യയും ഒക്ടേവിയൻ്റെ സഹോദരിയുമായ ഒക്ടേവിയയോടുള്ള വഞ്ചനയുമായിരുന്നു. ഇത് മാർക്ക് ആൻ്റണിയും ഒക്ടേവിയനുമായുള്ള യുദ്ധം അനിവാര്യമാക്കി. സിറിയയിലെയും ലെബനനിലെയും റോമൻ പ്രദേശങ്ങൾ മാർക്ക് ആൻ്റണി ക്ലിയോപാട്രയ്ക്ക് കൊടുത്തു. ഇത് ഒക്ടേവിയനെയും മിക്ക റോമക്കാരെയും പ്രകോപിപ്പിക്കുകയും ചെയ്തു. 2 നേതാക്കൾ തമ്മിലുള്ള പോരാട്ടത്തിൽ അവർ ഒക്ടേവിയനെ പിന്തുണയ്ക്കുകയും ചെയ്തു. BCE 34 ക്ലിയോപാട്രയ്ക്കും മാർക്ക് ആൻ്റണിക്കും ഒരു മകൻ കൂടി ഉണ്ടായി, ടോളമി ഫിലാഡൽഫസ്. BCE 34 പേർഷ്യക്കാരിൽ നിന്നുള്ള നേട്ടങ്ങൾക്ക് മാർക്ക് ആൻ്റണി അലക്സാൻഡ്രിയയിൽ വിജയം ആഘോഷിച്ചു. ആഘോഷത്തിൽ അദ്ദേഹം മൂത്ത പുത്രനായ അലക്സാണ്ടർ ഹീലിയോസിന് അർമേനിയ നൽകി. അർമേനിയയുടെ പടിഞ്ഞാറ് പ്രദേശം രണ്ടാമത്തെ മകൻ ടോളമി ഫിലാഡൽഫസിന് നൽകി. മകൾ സെലീന് സൈപ്രസ് നൽകി.
ജൂലിയസ് സീസറിൻ്റെ മകൻ സിസേറിയനെ രാജാക്കന്മാരുടെ രാജാവുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. അലക്സാണ്ട്രിയയിൽ ഒരു വിജയാഘോഷം റോമാക്കാർക്ക് ഗുരുതരമായ കുറ്റമായിരുന്നു. അത്തരം ആഘോഷം സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ റോമിൽ മാത്രമേ നടത്താവൂ. റോമിൽ തിരിച്ചെത്തിയ മാർക്ക് ആന്റണി ഒക്ടേവിയനുമായി കൂടിക്കാഴ്ച നടത്തുകയും അതിലെ ഉള്ളടക്കങ്ങൾ പരസ്യപ്പെടുത്തുകയും ചെയ്തു. റോമൻ സാമ്രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങൾ ക്ലിയോപാട്രയ്ക്ക് കൊടുക്കാനും സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം റോമിൽ നിന്ന് അലക്സാണ്ട്രിയയിലേക്ക് മാറ്റണമെന്നുമായിരുന്നു. റോമൻ പൗരന്മാർ അതിൽ പ്രകോപിതരായി. BCE 32-31 കാലങ്ങളിൽ മാർക്ക് ആന്റണിയും ക്ലിയോപാട്രയും ഗ്രീസിൽ ഒരുമിച്ച് താമസിച്ചു. BCE 31 ഒക്ടേവിയൻ നാവികസേന ആക്ടിയത്തിൽ വെച്ച് മാർക്ക് ആന്റണിയോടും ക്ലിയോപാട്രയോടും ഏറ്റുമുട്ടി. യുദ്ധം മുറുകിയപ്പോൾ ക്ലിയോപാട്ര ഭയന്ന് തൻ്റെ കപ്പലുകളെ യുദ്ധത്തിൽ നിന്നും പുറത്തെടുത്തു. ഒക്ടേവിയൻ സൈന്യവുമായി പൊരുതി നിൽക്കാൻ മാർക്ക് ആന്റണിയുടെ സൈന്യം ശക്തമല്ലായിരുന്നു. മാർക്ക് ആന്റണിയുടെ സൈന്യം പരാജയപ്പെടുകയും ഒക്ടേവിയനെ കീഴടങ്ങുകയും ചെയ്തു. മാർക്ക് ആന്റണി തോൽവിയിൽ നിന്ന് രക്ഷപ്പെടുകയും ക്ലിയോപാട്രയുടെ കപ്പലിൽ അവളെ കാണുകയും ചെയ്തു. പക്ഷേ ആക്ടിയത്തിൽ തോൽവി അനാവശ്യമായി നടത്തിയതിന് അയാൾ അവളോട് രോഷാകുലനായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ അലക്സാണ്ട്രിയയിൽ ഒരുമിച്ച് താമസിക്കുകയും ചെയ്തു. മാർക്ക് ആന്റണി സ്വയം പരാജിതനാണെന്ന് വെളിപ്പെടുത്തി. ക്ലിയോപാട്രയ്ക്ക് അവളെ സംരക്ഷിക്കാൻ മറ്റൊരാളെ ആവശ്യമായിരുന്നു. മാർക്ക് ആന്റണിയെ കൊന്നാൽ അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് ഒക്ടേവിയൻ പറഞ്ഞു. മാർക്ക് ആന്റണിയെ ഈജിപ്തിൽ നിന്ന് പുറത്താക്കാനോ കൊലപ്പെടുത്താനോ തനിക്ക് ശക്തിയില്ലെന്ന് ക്ലിയോപാട്ര മനസ്സിലാക്കി. അവൾ ഒരു ഗൂഢാലോചന നടത്തി. സ്വയം ആത്മഹത്യ ചെയ്തതായി മാർക്ക് ആന്റണിക്ക് സന്ദേശം അയച്ചു. തൻ്റെ പ്രിയപ്പെട്ടവൾ മരിച്ചുവെന്ന് കേട്ടപ്പോൾ മാർക്ക് ആന്റണി സ്വന്തം വാളിനുമേൽ വീണു. ആ മുറിവുമായി മാർക്ക് ആന്റണി ക്ലിയോപാട്രയുടെ മൃതദേഹം കാണാൻ പുറപ്പെട്ടു. പക്ഷേ ക്ലിയോപാട്രയെ ജീവനോടെ കണ്ടെത്തുകയും ഒക്ടേവിയനുമായി സമാധാനം സ്ഥാപിക്കാൻ അവളോട് പറയുകയും ചെയ്തു. മാർക്ക് ആന്റണിയുടെ മരണശേഷം ഒക്ടേവിയന് ഒരിക്കലും ക്ലിയോപാട്രയെ ഒരു ശത്രുവിനെ പോലെ അല്ലാതെ പരിഗണിക്കാനാവില്ലെന്നും വിജയത്തിൽ പരേഡ് ചെയ്യിക്കാൻ അവളെയും മക്കളെയും റോമിലേക്ക് കൊണ്ടുപോകുമെന്നും ക്ലിയോപാട്ര മനസ്സിലാക്കി. ഈജിപ്തിൻ്റെ കിഴക്ക് ചെങ്കടലിനടുത്ത് ഒളിക്കാൻ അവൾ വിശ്വസ്തരായ സംരക്ഷകരുമായി സിസേറിയനെ അയച്ചു. തൻ്റെ നിധികൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ശവകുടീരത്തിന് തീയിട്ട് ആത്മഹത്യ ചെയ്യാൻ ക്ലിയോപാട്ര തീരുമാനിച്ചു. പക്ഷേ റോമൻ പട്ടാളക്കാർ ശവകുടീരത്തിലേക്ക് പ്രവേശിച്ച് ക്ലിയോപാട്രയുടെ പദ്ധതികൾ തകർത്തു. ക്ലിയോപാട്രയെ ബന്ദിയാക്കി റോമൻ പട്ടാളക്കാർ കൊണ്ടുപോയി. ക്ലിയോപാട്ര ഒരു വിഷപ്പാമ്പിനെ രഹസ്യമായി അത്തിപ്പഴത്തിൻ്റെ കുട്ടയിൽ കടത്തി. ആ വിഷപ്പാമ്പിനെ നെഞ്ചിൽ കടിക്കാൻ അനുവദിച്ചാണ് ക്ലിയോപാട്ര ആത്മഹത്യ ചെയ്തത്. മാർക്ക് ആന്റണിയെയും ക്ലിയോപാട്രയെയും ഒരുമിച്ച് സംസ്കരിക്കാനുള്ള ഒരുക്കങ്ങൾ ക്ലിയോപാട്ര നേരത്തെ ചെയ്തിരുന്നു. സിസേറിയനെ വധിക്കാൻ ഒക്ടേവിയൻ സൈന്യത്തെ അയച്ചു. ഈജിപ്ത് ഭരിച്ച മാസിഡോണിയൻ ഗ്രീക്ക് രാജവംശത്തിലെ അവസാനത്തെ രാജ്ഞിയായിരുന്നു ക്ലിയോപാട്ര. അങ്ങനെ 39 വയസ്സുള്ളപ്പോൾ ക്ലിയോപാട്രയുടെ ജീവിതം അവസാനിച്ചു. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും നല്ല ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ദ ലാൻഡ് ഓഫ് ഫാക്ട്സ്.